ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലെന്നും CBI പോലുള്ള സ്വതന്ത്ര ഏജൻസിയെ കേസ് ഏൽപ്പിക്കണമെന്നുമാണ് BJPയുടെ ആവശ്യം. CPMന്റെ ജില്ലാ സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വം പങ്കെടുത്ത ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അവരെ തൊടാൻ, അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ നമ്മുടെ കേരളത്തിലെ കുറ്റാന്വേഷണ ഏജൻസികൾക്ക്, അത് ലോക്കൽ പോലീസ് ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും കഴിയില്ല. മനോജിന്റെ കൊലപാതകം CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി നാളെ BJP നേതാക്കൾ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണുന്നുണ്ട്. നാളെ ഏതായാലും മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾ സമയം ചോദിച്ചിട്ടുണ്ട്. BJPയുടെയും RSSന്റെയും സംസ്ഥാന നേതൃത്വം. ഇതിനിടയിൽ ജില്ലയിൽ അക്രമം പടരാതിരിക്കാൻ കലക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ നിന്നും BJPയും RSSും വിട്ടുനിന്നു. CPM ജില്ലാ സെക്രട്ടറി PJ രാജൻ, DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ തുടങ്ങി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എല്ലാവരും യോഗത്തിലെത്തിയിരുന്നു. BJP യോഗം ബഹിഷ്കരിച്ച നടപടിയെ അപലപിച്ച PJ രാജൻ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും കണ്ണൂരിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ PJ രാജന്റെ വ്യക്തിവൈരാഗ്യമാണ് മനോജിന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന ആരോപണവുമായി K സുധാകരനും രംഗത്തെത്തി. ജയരാജനെ ഓണം നാളിൽ വെട്ടി അദ്ദേഹത്തിൻ്റെ കൈ ഛേദിച്ചു. അതിൻ്റെ ഒരു പ്രതികാരം എന്ന നിലക്കുള്ള ആ കേസിലെ പ്രതിയെ വെട്ടിക്കൊന്നപ്പോൾ അതിന് രാഷ്ട്രീയ മാനമൊന്നുമില്ലെങ്കിലും ഇതിൽ പ്രതികരിക്കാൻ ഞങ്ങളൊക്കെ മെനക്കെടുന്നത് കണ്ണൂർ ജില്ലയിൽ നിലനിൽക്കേണ്ടുന്ന സമാധാനത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഓർമ്മിച്ചു. മീഡിയ 1 കണ്ണൂർ.